മാർച്ച് 19. വിശുദ്ധ യൗസേപ്പ്. പരിശുദ്ധ അമ്മയെ ഈശോയുടെ അമ്മയാകുവാൻ ദൈവം അനാദിയിലെ തിരഞ്ഞെടുത്തതുപോലെ ഈശോയുടെ വളർത്തുപിതാവാകുവാൻ അനാദിയിലെ ദൈവം തിരഞ്ഞെടുത്ത യുവാവാണ് വിശുദ്ധ യൗസേപ്പ്. മറിയം കൃപ നിറഞ്ഞവളാണെങ്കിൽ യൗസേപ്പ് കൃപ നിറഞ്ഞവനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. യേശു ജനിക്കുന്നതിന് ഏകദേശം 25 വർഷം മുമ്പ് ബെത്ലഹേമിൽ യൗസേപ്പ് ജനിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 12 വയസ്സുള്ളപ്പോൾ എല്ലാ യഹൂദ കുട്ടികളും ചെയ്യുന്നത് പോലെ ഒരു തൊഴിൽ പഠിക്കുവാനായി യൗസേപ്പ് ജെറൂസലേമിലേക്ക് പോയി. ഒരു തച്ചൻ്റെ ജോലിയാണ് അദ്ദേഹം പഠിച്ചത്. പരിശുദ്ധ മറിയത്തിന് വിവാഹപ്രായമായപ്പോൾ അവൾക്ക് വരനെ കണ്ടുപിടിച്ചത് യഹൂദരുടെ മഹാപുരോഹിതനാണ്. അത് മറിയം ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടവളായതുകൊണ്ടും മാതാപിതാക്കൾ മരിച്ചുപോയതുകൊണ്ടുമൊക്കെ ആവാം. ദാവീദ് വംശത്തിൽപ്പെട്ട യുവാക്കളിൽ നിന്നെല്ലാം ഓരോ വടി സ്വീകരിച്ചുവെന്നും അതിൽ വിശുദ്ധ യൗസേപ്പിൻ്റെ വടി തളിർത്ത് പൂവുണ്ടായതുകൊണ്ട് അദ്ദേഹം മറിയത്തിൻ്റെ ഭർത്താവായി തിരഞ്ഞെടുക്കപ്പെട്ടുവെന്നും ഒരു പാരമ്പര്യമുണ്ട്. വിവാഹ നിശ്ചയത്തിന് ശേഷം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായ മറിയം 3 മാസം എലിസബത്തിൻ്റെ ഭവനത്തിലായിരുന്നു. മറിയം തിരിച്ചു വന്നപ്പോൾ അവൾ ഗർഭിണിയാണെന്ന് മനസ്സിലാക്കിയ യൗസേപ്പ് ദുഃഖിതനായി. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ വിഷമിച്ചു. ദീർഘനേരം പ്രാർത്ഥിച്ചു. മറിയത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടാകാത്ത വിധം രഹസ്യമായി അവളെ ഉപേക്ഷിക്കാൻ യൗസേപ്പ് തീരുമാനിച്ചു. ഇതേക്കുറിച്ച് ചിന്തിച്ചും പ്രാർത്ഥിച്ചും കഴിഞ്ഞിരുന്ന യൗസേപ്പ് പിതാവിൻ്റെ അടുത്ത് ദൈവത്തിൻ്റെ മാലാഖ എത്തി സംസാരിച്ചു. ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. മത്തായി 1:21. ഈ വചനം സ്വീകരിച്ചതോടെ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ എല്ലാ സംശയവും തീർന്നു. പിന്നീട് മരണം വരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം മറിയത്തിന് വേണ്ടിയും ഈശോയ്ക്ക് വേണ്ടിയും ആയിരുന്നു. ഗർഭിണിയായ മറിയത്തോടൊപ്പം ബെത്ലഹേമിലേക്കുള്ള യാത്രയിലും യേശുവിൻ്റെ ജനനസമയത്തും ഈജിപ്തിലേക്കുള്ള യാത്ര, അവിടെയുള്ള താമസം, തിരിച്ചുള്ള യാത്ര, ഈ സമയത്തെല്ലാം കഠിനമായ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് വിശുദ്ധ യൗസേപ്പ് തിരുക്കുടുംബത്തിന് നൽകിയ ധീരമായ നേതൃത്വം എത്ര മഹത്തരമാണ്. ദൈവത്തിൻ്റെ എല്ലാ സ്വരങ്ങളും ഇതാ കർത്താവേ നിൻ്റെ ദാസൻ എന്ന മനോഭാവത്തോടെ അദ്ദേഹം സ്വീകരിച്ചു. 12ാമത്തെ വയസ്സിൽ യേശുവിനെ നഷ്ടപ്പെട്ടതും വീണ്ടും കണ്ടുമുട്ടിയതുമായ സംഭവമാണ് വിശുദ്ധ യൗസേപ്പിനെക്കുറിച്ച് ബൈബിളിൽ അവസാനമായി പറയുന്നത്. മറിയം പറഞ്ഞു, ഞാനും പിതാവും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ലൂക്ക 2:48. വിശുദ്ധ യൗസേപ്പ് നീതിമാനായിരുന്നു എന്ന് ബൈബിളിൽ പറയുന്നു. നീതിമാൻ എന്നാൽ ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ടവൻ എന്നാണ് അർത്ഥം. ഒരു തൊഴിലാളിയായിരുന്നു വിശുദ്ധ യൗസേപ്പ്. ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് ജീവിതകാലം മുഴുവൻ സ്വന്തം കുടുംബത്തിന് വേണ്ടി സ്വന്തം ശരീരം കൊണ്ട് കഠിനാധ്വാനം ചെയ്ത ഒരു മനുഷ്യൻ. കന്യകകളുടെ കാവൽക്കാരൻ, തിരുസഭയുടെ പാലകൻ, നന്മയുടെ മധ്യസ്ഥൻ എന്നിങ്ങനെ എന്തെല്ലാം വിശേഷണങ്ങളാണ് വിശുദ്ധ യൗസേപ്പിന് സഭ നൽകിയിരിക്കുന്നത്. യേശുവിൻ്റെ പരസ്യ ജീവിതത്തിന് മുമ്പ് ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും സാന്നിധ്യത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മരണം സംഭവിച്ചു എന്ന് സഭ പാരമ്പര്യമായി വിശ്വസിക്കുന്നു. പരിശുദ്ധ മറിയം കഴിഞ്ഞാൽ ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന വിശുദ്ധൻ വിശുദ്ധ യൗസേപ്പ് പിതാവാണ് എന്നതിൽ സംശയമില്ല.